ന്യൂനപക്ഷം ഭയക്കണമെന്നാണ് ചോദ്യം. സുജയ. ന്യൂനപക്ഷം ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അവരെ ഒന്ന് പറഞ്ഞു പോകാതെ പറ്റില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ, ഇടത് എംപിമാർ ഒക്കെ ഛത്തീസ്ഗഡിലെത്തുന്നു, ദുർഗിലെ ജയിലിലെത്തുന്നു. നമ്മുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെയൊക്കെ അപ്പോൾ തെരഞ്ഞ ഒരാളുണ്ട്, ദീപക് ബൈജ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ PCC അധ്യക്ഷനാണ്. PCC അധ്യക്ഷൻ ദീപക് ബൈജ് ഈ സമയം എന്ത് ചെയ്യുകയാണ്? അതുകൂടി നമ്മൾ അറിയണമല്ലോ. ദീപക് ബൈജിന്റെ വാർത്താ സമ്മേളനങ്ങളോ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളോ എന്തൊക്കെയുണ്ട് എന്നതറിയാൻ വേണ്ടി ഞാൻ ഹിന്ദി ചാനലുകൾ, ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ അതെല്ലാം എടുത്ത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പരതി നോക്കി. 2 ദിവസം മുൻപുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കിടപ്പുണ്ട്. അത് എന്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് മദ്യ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന്റെ മകനെ ഈ കഴിഞ്ഞ 18-ാം തീയതി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ജൂലൈ 25-നാണ്. ജൂലൈ 18-ന് ഭൂപേഷ് ബാഗലിന്റെ, അതായത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മകന്റെ പേര് ചൈതന്യ ബാഗേൽ എന്നാണ്. ആ ചൈതന്യ ബാഗേലിനെയും ഇതേ സെൻട്രൽ ജയിലിൽ തന്നെ പാർപ്പിച്ചിട്ടുണ്ട്. ആ ചൈതന്യ ബാഗേലിനെയും കൂടെയുള്ള കവാസി ലഖ്മയെയും, ഈ മദ്യ അഴിമതി കേസിലെ പ്രധാനി കവാസി ലഖ്മ, ചൈതന്യ ബാഗേൽ, ഈ 2 പേരെയും സന്ദർശിക്കുന്നതിനായി ജയിലിലേക്ക് മിനിഞ്ഞാന്ന് പോവുകയാണ്. സെൻട്രൽ ജയിലിലേക്ക് പോയി മിനിഞ്ഞാന്ന് ഇവരെ കാണുകയാണ്. അതിനുശേഷം ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നമ്മുടെ ഇവിടെ നിന്നുള്ള നേതാക്കളൊക്കെ അവിടെ എത്തി നിൽക്കുമ്പോഴാണ് ഇത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ദീപക് ബൈജ് കാണിക്കുന്നത് എത്ര നിരുത്തരവാദപരമായ സമീപനമാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഇടത് എംപിമാർ, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ബൃന്ദാക്കാരാട്ട് അടക്കമുള്ളവർ, അവരെല്ലാവരും അവിടേക്ക് വന്ന് ഇവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ മുൻകൈ എടുത്തുകൊണ്ട് BJP സർക്കാർ കാണിക്കുന്നത് ശരിയല്ല. വിഷ്ണുദേവ് സായിയെ ഏറ്റവും നിശ്ചിതമായി വിമർശിക്കേണ്ട ആളാരാണ്? അത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ സണ്ണി ജോസഫ് MLA ചെയ്യില്ലേ? കൃത്യമായി ചെയ്യുമല്ലോ. പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായി ഇതുപോലെയുള്ള ഒരു നായാട്ട് നടത്തിയത് എന്തിനാണ് എന്ന് സണ്ണി ജോസഫ് ആർജവത്തോടെ ചോദിക്കുമല്ലോ. ആ ചോദ്യം അവിടെ ചോദിക്കേണ്ടത് നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. അല്ലാതെ കോൺഗ്രസ് അവിടെ ഇപ്പോൾ പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. ഇന്നലെ കുരുത്ത തകരയല്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. പക്ഷേ ദീപക് ബൈജ് ഈ വിഷയത്തിൽ ഇടപെടുന്നതേ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ് തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന ആംഗിൾ അത് ഛത്തീസ്ഗഡിലെ PCCയും അതേപടി തന്നെ ഏറ്റെടുക്കുന്നോ എന്ന ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം പരസ്യ പ്രതിഷേധങ്ങൾ അവിടെ ഇല്ല. ഛത്തീസ്ഗഡിൽ നടക്കുന്നില്ല. ഛത്തീസ്ഗഡ് കോൺഗ്രസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് കോൺഗ്രസ് എംപിമാരും ഇടത് എംപിമാരും അടക്കമുള്ള നേതാക്കളൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇവർ കാണിക്കുന്ന ഈ ഒരു മൗനം അത് കുറ്റകരമായ ഒരു മൗനം തന്നെയാണ്. ഇവിടെ ചൈതന്യ ബാഗേലും കവാസി ലഖ്മയും അവർ 2 പേരും അറസ്റ്റിലായിരിക്കുന്ന തെളിവുകളുള്ള മദ്യ അഴിമതിയിലാണ്. കൃത്യമായി ചാർജ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും റിമാൻഡിലേക്കും ഒക്കെ പോയതാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകനടക്കം. ആ മുൻ മുഖ്യമന്ത്രിയുടെ മകന് സുഖമാണോ എന്ന് തിരക്കാൻ പോയിരിക്കുകയാണ് ദീപക് ബൈജ്. അവിടെ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ തെളിവുകളടക്കം, വീഡിയോ ഫുട്ടേജ് അടക്കമുണ്ട്. അവിടെ പോകുന്നു. അപ്പോൾ ഭൂപേഷ് ബാഗേൽ, മുൻ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ PCC അധ്യക്ഷൻ ദീപക് ബൈജ്, ഇവർക്കൊക്കെ ധൃതരാഷ്ട്രയെ പോലെ ഭൂപേഷ് ബാഗലിന് മകനോടുള്ള സ്നേഹമാണെന്ന് നമുക്ക് വയ്ക്കാം. പക്ഷേ PCC അധ്യക്ഷനോ ഇത്ര വലിയൊരു വിഷയമുണ്ടായി. അത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയായ ആലപ്പുഴയിൽപ്പെട്ട ചേർത്തലയിൽ ആസ്ഥാനമായിട്ടുള്ള കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ്. ആ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കുന്നു. ലോക്സഭയിൽ ദുർഗിലെ MP വന്നിട്ട് അതിനെ കണ്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതേ ദുർഗ് മണ്ഡലത്തിൽ പോയി പ്രതിഷേധിക്കേണ്ടത് ആരാണ്? ദീപക് ബൈജ് അല്ലേ? ദീപക് ബൈജ് ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ വിഷയത്തിൽ അയാൾ നടത്തിയിട്ടുള്ള ഏക പരാമർശം എന്താണെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? മതപരിവർത്തനം സംബന്ധിച്ച് കുറച്ചുകൂടി സമഗ്രമായ ഒരു നിയമം കൊണ്ടുവരണം. സൗണ്ട് ബൈറ്റ് 2 ദിവസം മുൻപുള്ളതാണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ദീപക് ബൈജ് എന്ന കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ പറഞ്ഞതാണ്. ഇത് തന്നെയല്ലേ ബജ്രംഗ് ദൾ പറയുന്നത്? ഇത് തന്നെയല്ലേ അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നത്? അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആടുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. ഇതെന്തൊരു ഇരട്ടത്താപ്പാണ്! ഇവിടെ ഒരു കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒപ്പം നിർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു കളി. ഛത്തീസ്ഗഡിൽ ദീപക് ബൈജ് എന്ന് പറയുന്ന അവിടെയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. നാരായൺപൂരിലെ ഈ പെൺകുട്ടികളെ അവിടെ അറിയാവുന്നത് ആർക്കാണ്? ഛത്തീസ്ഗഡ് കോൺഗ്രസിനല്ലേ. അവിടെ പോയി അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണ്? അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് ആ ബെയിൽ ആപ്ലിക്കേഷൻ പോകുമ്പോൾ CBCയുടെ ആളുകൾ വന്ന് ചെയ്യുന്നതിന് മുൻപ് തന്നെ മുൻകൈ എടുക്കേണ്ട ഒരു പാർട്ടി ഛത്തീസ്ഗഡ് കോൺഗ്രസ് അല്ലേ? കാരണം മറുഭാഗത്ത് ബജ്രംഗ് ദളും BJPയും ആണെങ്കിൽ ഛത്തീസ്ഗഡ് കോൺഗ്രസ് അവിടെ ആക്ട് ചെയ്യേണ്ടേ? ഇവിടെ നിന്ന് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെയാണോ ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്? നമുക്ക് പാർലമെന്റിലേക്ക് വരാം. പാർലമെന്റിൽ ഇന്നലെ 0 ഓവറിൽ ഈ വിഷയം വന്നു. KC വേണുഗോപാൽ MP ആണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ 0 ഓവറിൽ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അത് സിറോ മലബാർ കോൺഗ്രിഗേഷൻ അല്ലേ ജിമ്മി ജെയിംസ്? സിറോ മലബാർ കോൺഗ്രിഗേഷൻ ആണ്. അപ്പോൾ ഈ സിറോ മലബാർ കോൺഗ്രിഗേഷനിൽപ്പെട്ട ചേർത്തല ആസ്ഥാനമായിട്ടുള്ള ഈ സംഘടനയുടെ 2 കന്യാസ്ത്രീകൾ അവർ ദീർഘകാലമായി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതല്ലേ? ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പാർലമെന്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഇവിടെ കൊടിക്കുന്നിൽ സുരേഷും ഹൈബി ഈഡനും ഫ്രാൻസിസ് ജോർജും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ വിഷയം ഇന്നലെ ഉന്നയിക്കുന്നുണ്ട്. 0 ഓവറിൽ ഈ വിഷയം വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അമിത്ഷായെ പോയി ഈ MPമാർ കാണുന്നത്. അതിനു മുൻപ് എന്തുകൊണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കം പോലും ഉണ്ടാകുന്നില്ല? അത് കുറ്റകരമായ മൗനമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആദ്യം വന്നത്. ഇനി അമിത്ഷായെ കണ്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ,
NIA കോടതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ NIAക്ക് ഇത് വിടണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായ ഒരു മെക്കാനിസം ഉണ്ട്. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അതും ഉയർത്തേണ്ടത് ഛത്തീസ്ഗഡിൽ നിന്നല്ലേ? അതിനെതിരെ പ്രതിഷേധം ഉയരണ്ടേ? എന്തുകൊണ്ട് ഉയരുന്നില്ല? ഒരു പ്രതിഷേധ മാർച്ചോ അല്ലെങ്കിൽ ബജ്രംഗ് ദൾ അവിടെ വന്ന് കാണിക്കുന്ന ആ പ്രതിഷേധത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടത് ആരാണ്? അവിടെ ഗ്രൗണ്ടിൽ സ്വാധീനമുള്ളവരാണ്. അല്ലാതെ കേരളത്തിലെ എംപിമാർക്ക് അവിടെ പോയി എത്ര പ്രതിഷേധിക്കാൻ കഴിയും? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് എത്ര പോയി അവിടെ പ്രതിഷേധിക്കാൻ കഴിയും? അവിടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. ട്രൈബൽസിനിൽ സ്വാധീനമുണ്ട് കോൺഗ്രസിന്. എന്നിട്ട് എന്തുകൊണ്ടാണ് ദുർഗിലും നാരായൺപൂരിലും സ്വാധീനമുള്ള കോൺഗ്രസ് അനങ്ങാത്തത്? അത് കുറ്റകരമായ അവസ്ഥയാണ്. മനുഷ്യപ്പടത്തുണ്ടെങ്കിൽ പോയി ഭൂപേഷ് ബാഗൽ ഇന്ന് ജയിലിൽ പോയി. പ്രിയങ്ക പറഞ്ഞതിന് ശേഷം പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പക്ഷേ ഭൂപേഷ് ബാഗലിന്റെ മകനെ കാണാനായി അതിനു മുൻപ് തന്നെ ആവേശത്തോടെ PCC അധ്യക്ഷൻ പോയി. ഫൂട്ടേജ് അടക്കമുണ്ട്. പ്രിയങ്ക ഗാന്ധിയും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പാർലമെന്റിൽ ഇന്നലെ KC വേണുഗോപാൽ ഇത് മെൻഷൻ ചെയ്ത് ആ വിഷയം 0 ഓവറിൽ വന്നതിന് ശേഷം മാത്രമാണ്, അതായത് ഇവരുടെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളടക്കം അവിടെ എത്തിയതിനു ശേഷമാണ് ഈ പറയുന്ന ഭൂപേഷ് ബാഗൽ അങ്ങോട്ടേക്ക് പോയത്. മകന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ മാഡം. ഇതാണ് മക്കൾ പാർട്ടി എന്ന് പറയുന്നത്. ചൈതന്യ ബാഗേലിന്റെ കാര്യത്തിലാണ് താല്പര്യമെന്നേ. ആ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് കോൺഗ്രസിന്? ഒരു ആത്മാർത്ഥതയുമില്ല. അല്ലെങ്കിൽ ഇത് നിങ്ങൾ കണ്ടസ്റ്റ് ചെയ്യാം. ഇതാണ് അവിടെ നടന്ന യാഥാർത്ഥ്യം. ഇനി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ കിട്ടിയ ഉറപ്പിനെ കുറിച്ച് പറയുന്നത് BJP എംപിമാരല്ലോ, UDF എംപിമാരും ഇടത് എംപിമാരും ചേർന്ന് തന്നെയാണ് അമിത്ഷായെ കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആ യോഗം നടന്നത്. അതിനു മുൻപ് അമിത്ഷാ ഒരാളുമായി സംസാരിച്ചു. അത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ബജ്രംഗ് ദളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആശങ്ക കേരളത്തിൽ നിന്നുള്ള BJP സംസ്ഥാന അധ്യക്ഷനടക്കം അമിത്ഷായുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു, PMOയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു, പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം 12 മണിക്ക് ശേഷമാണ് ഈ യോഗം നടക്കുന്നത്, UDF എംപിമാരുമായിട്ടുള്ള യോഗം. അതിനുശേഷം ആ എംപിമാർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വൈകുന്നേരം നല്ല വെടിപ്പായിട്ട്, നല്ല മലയാളത്തിൽ, ജോർജ് കുര്യന്റെ ഹിന്ദിയൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ല വെടിപ്പായിട്ട് മലയാളത്തിൽ NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ നിന്ന് വിശദീകരിച്ചല്ലോ. ആരെങ്കിലും ഒരാൾ അമിത്ഷാ ഇതിനകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു ടേക്ക് എടുത്തു എന്ന് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. അതിൽ അമിത്ഷാ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യക്കടത്തുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ, മനുഷ്യക്കടത്താണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യക്കടത്തുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ NIA സമീപിക്കണം. അപ്പോൾ കേസെടുക്കാൻ NIA ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. ഇതൊന്നും ഇതിൽ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് NIA കോടതിയിലേക്ക് സെഷൻസ് കോടതി വിടുക? നേരിട്ട് വിടുന്നു. ആഭ്യന്തരമന്ത്രിയായ എന്റെ മുന്നിൽ, ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ എത്താത്ത ഒരു വിഷയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെഷൻസ് കോടതിയുടെ നടപടി നിയമപരമല്ല എന്ന് ഈ എംപിമാരുടെ സംഘത്തോട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കോട്ടിക്ക് അമിത്ഷാ. ഇവിടെ ഇനി മറ്റു ചില വിഷയങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടെ അറസ്റ്റ്, കോടതി നടപടികൾ, ഈ കാര്യങ്ങളിലൊക്കെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? കാരണം FIR എടുക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതോ 2 തവണ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഈ വിഷയങ്ങളൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടണമെന്നേ. അതൊക്കെ ചോദ്യം ചെയ്യാതെ ഈ ബജ്രംഗ് ദൾ വന്നാൽ ഉടനെ പേടിച്ച് വാലും ചുരുട്ടി ഓടിപ്പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ പിന്നെ ഛത്തീസ്ഗഡിൽ അങ്ങ് പ്രവർത്തനം നിർത്തുന്നേ. എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഛത്തീസ്ഗഡിൽ? അവിടെ ഭരിച്ചിരുന്ന പാർട്ടിയല്ലേ. 1968 നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു നിയമമാണ്. അത് പൊളിച്ചെഴുതുന്നതിന് നിയമസഭയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനായിട്ട് പ്രതിപക്ഷമായി നിങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. അല്ലാതെ CPM അല്ല, ഇടതുപക്ഷം ഇവിടെ കേരളത്തിൽ നിന്ന് ചെന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. ബൃന്ദാക്കാരാട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ പ്രധാനമായി അവിടെ ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ബൃന്ദാക്കാരാട്ട് കാണിക്കുന്ന ഒരു ആർജവം കാണിക്കാൻ ഭൂപേഷ് ബാഗലിന് കഴിയില്ലെങ്കിൽ പിന്നെ ഈ പണി നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലത്. ഇവിടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഈ ഷെൽട്ടർ ഹോമിൽ നിന്ന് ഈ പെൺകുട്ടി നാരായൺപൂരിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പ്രീതി മേരിക്കും വന്ദന ഫ്രാൻസിസിനും ഒപ്പമുള്ള സുക്മാൻ മാണ്ഡവിയുമായി ഡയറക്റ്റ് കണക്ഷനുള്ള പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അവർ പറയുന്നത്, ഞാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയും ഇതാണെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് ജാമ്യം നേടിക്കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ആരാണ് ഇതിനൊക്കെ ഇങ്ങനെ ഒരു വലിയ വിഘാതമായി നിൽക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, മാണ്ഡവിയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. മാണ്ഡവി പറയുന്നു, 10ാം ക്ലാസ് വരെ പഠിച്ച് നിനക്ക് നല്ല ജോലി വാങ്ങിത്തരാം. നല്ല ജോലിയാണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം 10,000 രൂപയാണ് ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് 10,000 രൂപ നമ്മൾ എത്രമാത്രം അത് ഉപയോഗപ്പെടും എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ കുട്ടി ആഗ്രയിൽ പോയി ജോലി ചെയ്യണം, അതിൻ്റെ കയ്യിൽ കിട്ടുക 10,000 രൂപയാണ്. വീട്ടിൽ 4 മക്കളുണ്ട്, വീട്ടിൽ പട്ടിണിയാണ്. 250 രൂപയെങ്കിലും ഒരു ദിവസം കിട്ടിയാൽ അത് വെച്ചിട്ടാണ് ജീവിക്കുന്നതെന്നൊക്കെയാണ് ഈ പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നത്. അപ്പോൾ 10,000 രൂപ കൊടുക്കും. ആഗ്രയിലെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ രോഗീ പരിചരണത്തിന്, അതോടൊപ്പം തന്നെ പാചകം, രോഗീ പരിചരണവും പാചകവുമാണ്. അല്ലാതെ ഇവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താനൊന്നും ഉള്ള പഠിപ്പിക്കലൊന്നും അല്ല അവിടെ ഈ സിസ്റ്റേഴ്സ് നടത്താൻ പോകുന്നത്. പക്ഷേ എന്തുമാകട്ടെ, അവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സിസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്ന് വെക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വേണ്ടേ ഈ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ. ആദ്യം ജാമ്യാപേക്ഷ കൊടുത്തത് തന്നെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിക്കാതെയാണ്. ആ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, ഈ ഛത്തീസ്ഗഡ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ AICCയുടെ ജനറൽ സെക്രട്ടറിയുടെ മണ്ഡലത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളോട് ഇതാണ് അവർ കാണിക്കുന്നതെങ്കിൽ അവർക്ക് വലുത് ചൈതന്യ ബാഗേലായിരിക്കും. അപ്പോൾ ഈ വോട്ട് ബാങ്ക് പോകുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ എത്തുന്ന ഒരു കൺക്ലൂഷൻ. ഛത്തീസ്ഗഡ് കോൺഗ്രസിന്
ഉദാഹരണത്തിന് ഈ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ അടക്കമുള്ള ആ ഒരു വോട്ട് ബാങ്ക് പോകരുത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ പോയാലും ഞങ്ങൾക്കത് വലിയ വോട്ട് ബാങ്ക് അല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഇതിൽ മനഃപൂർവ്വമുള്ള ഈ അലംഭാവം തുടരുന്നത്. അപ്പോൾ ബജ്രംഗ് ദളും ഛത്തീസ്ഗഡ് കോൺഗ്രസും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ 1968 മതപരിവർത്തന നിരോധന നിയമം അത് മാറ്റേണ്ടതാണെങ്കിൽ അതിന് പ്രതിപക്ഷമാണെന്നേ അക്കാര്യത്തിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻകൈ എടുക്കേണ്ടത്. ഇവിടെ ഇവരെ റിഫോം ചെയ്യാനായിട്ട് സഹായിച്ചതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നില്ല എന്നത് അവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇവർക്ക് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മേഖലകളിലൊക്കെ നടത്തുന്ന പോലെ ന്യൂനപക്ഷമാണല്ലോ നമ്മുടെ വിഷയം, ന്യൂനപക്ഷം ഭയക്കണമെന്നല്ലേ. അപ്പോൾ എല്ലാ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കണം. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ അതുപോലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ഈ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കണം. എല്ലാവരും ഒന്ന് നന്നായി വരണ്ടേ, കാരണം എല്ലായിടങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു പുരോഗമനമൊക്കെ ഉണ്ടാകണം. അങ്ങനെയുള്ള 2 കന്യാസ്ത്രീകള് 7 ദിവസമായിട്ട് 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കിടക്കുകയാണ്. നന്നാക്കുകയാണ്. കന്യാസ്ത്രീകളെ നന്നാക്കുന്നതല്ല, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ കാര്യം ഞാൻ പറഞ്ഞതിൽ താങ്കൾക്ക് വിയോജിപ്പൊന്നുമില്ല. എനിക്ക് വിയോജിപ്പുണ്ട്. എന്താണ്? ഞാൻ വിയോജിപ്പ് പറയാം. കേരളത്തിൽ നിന്ന് ലൂർദുമാതാ പള്ളിയിൽ 6 ഗ്രാം സ്വർണം പൂശി ഒരു ചെമ്പ് കിരീടം കൊടുത്തൊരു മനുഷ്യനുണ്ട്. ഛത്തീസ്ഗഡ് കോൺഗ്രസ് നമ്മുടെ നാട്ടിൽ നിന്ന് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു ഒരു എം പി ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ? കുറച്ചുകൂടി സഭ്യമായ വാക്കുകൾ. എന്താ മൊഴിയുക എന്ന് പറയുന്നത്? തൃശ്ശൂരിലെ ജനങ്ങൾ മൊഴിയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരുന്നോ? പറയൂ. താങ്കൾ അങ്ങ് ഛത്തീസ്ഗഡിലെ PCC അധ്യക്ഷൻ എടുത്തു പോയല്ലോ. ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഇടപെട്ടോ? കേരളത്തിൽ നിന്ന് പോയൊരു മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടോ? മറ്റൊരു മന്ത്രി വന്നിട്ട് എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് പറഞ്ഞ് മെഴുകിപ്പോയത് കണ്ടതല്ലേ? ഡോക്ടർ ജ്യോതി ശർമ്മയ്ക്കെതിരെ അറസ്റ്റ് വാറണ്ട് എത്രയോ കേസുകളിൽ അവരവിടെ വന്ന് ഭീഷണിപ്പെടുത്തി പോവുകയാണ്. Meet the editors.